Check this out. Okay. I look good. Okay. On the street and I got my swag on. ഈ ലോകത്ത് എല്ലാവർക്കും ഓരോ ഭ്രാന്തുകളുണ്ട്. അതിനെ പലരും പല പേരുകൾ വിളിക്കുന്നു. ചിലർ അതിനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്നു. ഫെസ്റ്റിവൽ ഡെല്ല ഫോട്ടോഗ്രഫിയ ഇറ്റലിയാന 2026. ഇന്ന് ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇറ്റലിയിലെ ഏറ്റവും വലിയ ചിത്ര പ്രദർശനമാണ്. ഇത് ഒരുക്കുന്നത് ഇറ്റലിയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രഫി അസോസിയേഷനായ FIAF-ഉം സെൻട്രോ ഇറ്റാലിയാനോ ഡെല്ല ഫോട്ടോഗ്രഫിയും സംയുക്തമായാണ് ഈ വലിയ പ്രോഗ്രാം ഒരുക്കുന്നത്. ഈ ചിത്ര പ്രദർശനത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ചടങ്ങുകളും കാഴ്ചപ്പാടുകളും ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും ഇടയിൽ എന്നതാണ്. ഇതിൻ്റെ ലക്ഷ്യം വയ്ക്കുന്നത് മനുഷ്യൻ്റെ ആത്മീയത, ആചാരങ്ങൾ എന്നിവയിലെ ഫോട്ടോഗ്രഫിയിലൂടെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നതാണ് ഈ ചിത്ര പ്രദർശനത്തിലൂടെ കാണിച്ചു തരുന്നത്. 14 വേദികളായി നടക്കുന്ന ഈ ചിത്ര പ്രദർശനം ജൂൺ 12 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് നടക്കുന്നത്. ഇറ്റലിയിലെ തന്നെ ഏറ്റവും വലിയ ചിത്ര പ്രദർശനമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 14 വേദികളിലെ ഒരു വേദിയിലെ പ്രദർശനമാണ് പാലസോ ഫെറി എന്ന ബിബിയാനയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ കെട്ടിടത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കെട്ടിടം പുരാതന ചുമർ ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ഫോട്ടോകളും ചരിത്രവും നേർക്കുനേർ വീക്ഷിക്കുവാൻ കഴിയുന്ന മനോഹാരിതയും ഈ ചിത്ര പ്രദർശനത്തിനുണ്ട്. ഇത് തികച്ചും സൗജന്യമായ ചിത്ര പ്രദർശനമാണ്. വളരെയധികം നാടുകളിൽ നിന്ന് ആളുകൾ ഈ ചിത്ര പ്രദർശനം കാണുവാൻ വരാറുണ്ട്. എന്നും ചിത്രങ്ങൾ ചലനമില്ലാത്തതാണ്. ആ ചലനമില്ലാത്ത ചിത്രങ്ങൾ വലിയ ചലനങ്ങൾ ജീവിതത്തിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്തിന് ചിത്രമെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ കാലഘട്ടത്തിലും ഓരോ ചിത്രങ്ങൾക്കും അതാത് പ്രാധാന്യങ്ങളുണ്ട്, ജീവനുള്ള കഥകളുണ്ട്. ഇറ്റലിയിലെ ഈ ഗ്രാമത്തിൻ്റെ പേര് തന്നെ അറിയപ്പെടുന്നത് ചിറ്റ ദെല്ല ഫോട്ടോഗ്രഫിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രങ്ങളുടെ നഗരം. ഇറ്റലിയിലെ ഓരോ നഗരത്തിനും ഓരോ വിശേഷണങ്ങളുണ്ട്. അതിൽ ഈ നഗരത്തിൻ്റെ പേര് തന്നെ പോലെ കൗതുകമാണ് ഈ നഗരത്തിൻ്റെ ഓരോ ചുമർ ചിത്രങ്ങളും, ഓരോ വ്യക്തികളും, ഓരോ വീടുകളും, ഓരോ വഴികളും, ഓരോ ഇടനാഴികളും. ഈ ചരിത്ര നഗരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. 14 സ്ഥലങ്ങളായി പരന്നുകിടക്കുന്ന ഈ എക്സിബിഷൻ്റെ അടുത്ത ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം.